സോ ഹലോ ഗായ്സ്, എഴുന്നേറ്റേൻ്റെ ഒരു ഇതിലാണ്. സോ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ആസ് ആൻ ഇൻറ്റേൺ ഇൻ ദ ഇൻറ്റേൺഷിപ്പ് ഓഫ് BTS. നമുക്കെന്നാ തുടങ്ങിയാലോ? ടോമി ഇന്നാണ് ലാൻഡ് ചെയ്തത്. അന്ന് വെളുപ്പിന് 4 മണിക്ക് 3 മണിക്കാണ്ട് എത്തുന്ന പറഞ്ഞിട്ട് സമയം ഇപ്പം എത്രയാണ്? 7 മണിക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചായ ഇപ്പൊ പോയാൽ കുറച്ചുകൂടും കടുപ്പം വേണോ? കുറച്ചുകൂടി കടുപ്പം. ഇതൊക്കെ ഞാൻ ടൈം ലാപ്സിൽ എടുത്ത് ഇടാൻ വേണ്ടി ഇടുന്നത്. ചായനൊക്കെ പേരിന് പറയാം, വൃത്തികേട് പകർത്താൻ മാത്രം. കാവേരി രാധാകൃഷ്ണൻ. ഇതാണ് നമ്മുടെ അഞ്ജുവിൻ്റെ എന്താടി ഷെഫ് അഞ്ജു, പറയൂ എന്താണിത്? ഇച്ചിരി കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങള് തലേ ദിവസമേ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രഷ് ചിക്കൻ. അതുകൊണ്ട് കണ്ട കൊതി ഊറുന്നാവില്ല. ഇതെന്തായിട്ട് ചൂടാത്ത? അയ്യോ, ചായയുടെ കളർ ഇങ്ങനെയാന്ന്. കുറച്ചേരം കളറാണല്ലേ. എന്തായിട്ട് ചൂടാത്ത? ഗൈസ്, നിങ്ങൾ വിചാരിക്കും കലബല ഒരു സൗണ്ട് എവിടെ നിന്ന് കേൾക്കുന്നത്. അത് മൊയ്തുമാണ്. ആഫ്റ്റർ തട്ട ഇട ഞങ്ങൾ മൊയ്തുനെ കാണിക്കുന്നത്. ആഫ്റ്റർ അരമണിക്കൂറത്തെ പ്രഹസനം ഞങ്ങൾ ചിക്കൻ കറിയും പുട്ടും ഉണ്ടാക്കി രാവിലെ. അല്ല, ചിക്കൻ കറി ഇന്നലെ ഉണ്ടാക്കി, പുട്ട് രാവിലെ ഉണ്ടാക്കി, ചോറുണ്ട്. പിന്നെ ഇതെന്ത് സാധനം? മുട്ട. ഞങ്ങൾ തീക്കളി കൊണ്ടാണ് ഞങ്ങളെ കളികളെല്ലാം. തീ അല്ലല്ലോ പറക്കാൻ തുടങ്ങിയിരുന്നുണ്ട്. പറക്കുന്നുണ്ട്. ടോമി കൊണ്ടുവന്ന ഷെയ്ഡ്, മുന്തിരിങ്ങ കടിച്ച് തീർന്നുപോലെ എടുക്കുന്ന ഷെയ്ഡ് ഇട്ടിട്ട് ഇതാ. ടോമി അതൊരാൾ ഇടുന്നുണ്ട്. ഗൈസ്, ഞങ്ങളെത്തി. പക്ഷെ നമ്മള് ഇതാണ് തട്ടിട്ട ഫാത്തിമ. EMS കിട്ടിയില്ല. ഒന്നുകൂടെ കയറിയതാ. ഗൈസ്, നമ്മൾ അവിടെ കാർ ഇട്ടാലും നമ്മൾ എത്രയും നടന്നു വരണം. ഇത് നടക്കുന്നതിന് തുല്യമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ ലോജിക്ക് എന്താന്ന് വെച്ചാൽ അവിടെ വലിയ ഗ്രൗണ്ട് ഉണ്ട്. രാവിലെ എക്സസൈസ് എന്നൊക്കെ വേണേ പറയാം. ജിമ്മിലൊന്നും പോകാത്തോണ്ട് ഇതൊക്കെ എക്സസൈസ് അല്ലേ. ഞാൻ അടയ്ക്കുന്നതല്ല, ചെറുതായിട്ട്. അയ്യോ, ഇതാണ് ഞങ്ങളുടെ കോളേജ്. ഇതായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റല്. അല്ല, ഇതിപ്പോൾ അവിടെ ടീച്ചേഴ്സിൻ്റെ ഹോസ്റ്റൽ. അതായത് ഞങ്ങളുടെ പഴയ ഹോസ്റ്റല്. അടുപ്പിലാണ്. അപ്പം ചത്തം തളർച്ചയുണ്ട് ലേശം. അവിടെ നാക്കൊക്കെ കുഴയുന്നു. അത് രണ്ടും തെറ്റാണ്. മൊയ്തുവിന്റെ ബിഗസ്റ്റ് എനിമിയാണ്.
ഇത് പക്ഷെ എനിക്കിഷ്ടം. എൻ്റെ വ്ളോഗിൻ്റെ പ്രത്യേകത നാച്ചുറൽ ആയിരിക്കല്ല, ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടാണ്. ഞങ്ങൾ ഉൾപ്പെടെ നാച്ചുറൽ ആയിരിക്കും. ഇപ്പൊ വ്ളോഗും ഞാനും താല്പര്യം. എന്താണ് ഇത്രയും ദൂരം? ഇത് നമ്മൾ വിചാരിക്കും ഇതും ശബരിമല കയറുന്ന പടി ഏകദേശം ഒരു പോലെ കുറേ ഉണ്ട്. നമുക്കൊരു സംഭവമാണ് കാണിക്കാൻ വേണ്ടി. ദിസ് ഈസ് പഞ്ചിങ് മെഷീൻ. മൊയ്ത് പഞ്ചായി 5 പഞ്ചായി ഫോട്ടോ കാണിക്കില്ല. അത് അവളാണോ? ഞങ്ങളുടെ ക്ലാസ് ഇവിടെ ഞങ്ങൾ 2:30 വരെ ചിലവഴിക്കണം. അതും പ്രശ്നം AC-യിലൊക്കെയാണ്. AC റൂമിൽ ഞങ്ങൾ 2.5 മണിക്കൂർ ചിലവഴിക്കും. 2.5 മണിക്കൂറിലല്ലോ, 2.5 വരെ ചിലവഴിക്കണം. ഇവിടെ ആരെയും കാണുന്നത് ആടെ സുഖമാണ്. എണ്ണപ്പെട്ട ഇവിടെ സീറ്റിന് അടിയാണ്. ഇവിടെ ബാക്ക് സീറ്റ് പിടിക്കാൻ വേണ്ടി ഭയങ്കര അടിയാണ്. നേരത്തെ വരുന്നത് അതെ, ഈ ക്യാമറ റെക്കോർഡ് ചെയ്ത് വരാത്തത് ഇരുത്തി കാണിക്കും. ഫസ്റ്റ് ക്ലാസ് 9 മണിക്കാണ്. അപ്പൊ ഫസ്റ്റ് ക്ലാസ് നമുക്കിങ്ങനെ ഓറിയന്റേഷൻ പോലെ ചെയ്യും. സമയം എത്രയോ 8:51. ടീച്ചറല്ല, അത് വേറെ. ഗൈസ്, ഞങ്ങൾ 4.5 വർഷമായിട്ട് 4.5 ഞങ്ങൾ ഇവിടെ ചെലവഴിക്കുകയാണ്. 4.5 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ് റൂമൊക്കെ ഭയങ്കര ഇനി തൊട്ട് ക്യാമറ ഉപയോഗിക്കുന്നതാണ്. എപ്പോഴും എൻ്റെ മൊബൈൽ കൊണ്ടുവന്നെന്ന് അറിയാൻ പറ്റൂല. ദൈവമേ കൊണ്ടുപോലെ ഞങ്ങൾ മാക്സിമം കാരണം ഞങ്ങൾ എല്ലാ 4.5 വർഷവും പട്ടിക്കുളത്തിലായിരുന്നു പറയുന്നത്. ഇപ്പൊ അതേപോലെ ഞങ്ങൾക്ക് കുറച്ച് മെച്ചപ്പെടുത്തുന്നതാണ്. നടക്കുന്നില്ല. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണുന്നില്ല. പുതിയ ഓരോരോ ഷെയ്ഡുകൾ മേടിക്കുന്നുണ്ട്, പ്രയോജനമില്ല. എന്താ രാവിലെ എഴുന്നേറ്റിട്ട് അതേപോലെ വന്നാലല്ലേ ഞാൻ മുടി പോലും കുറച്ച് ചെയ്തിട്ടുണ്ട്. ഐപാഡൊക്കെ തുടച്ചെടുക്കുന്നു, വർഷങ്ങളായി എടുത്തിട്ട്. അവിടെ എല്ലാവരും ബിസിയാണ്. ഇവിടെ നമുക്ക് ഒരു പ്രയോജനം വെച്ചാൽ നമുക്ക് ഐപാഡ് യൂസ് ചെയ്യാം. വൈഫൈ ഇവിടെ അൺലിമിറ്റഡ് ഉണ്ട്. പക്ഷെ നമുക്ക് വീട്ടിൽ പോയി വൈഫൈ ഇട്ട ദാരിദ്ര്യമാണ്. ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങളുടെ ആട് ജീവിതം എങ്ങനെ ജീവിക്കും കാണിച്ചു തരാം. ഞങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ട അതെ, തവിട് കൊടുത്ത് വാങ്ങിയ ടോമി. ഞങ്ങളുടെ വന്നതാണ് ആരോമൽ, അല്ലമീൻ, സിദ്ധാർത്ഥ്. ഞങ്ങളുടെ ബ്ലോഗ്. അപ്പുറത്തിരിക്കുന്ന ഷിബിൻ. എന്ത് ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കോളേജിൽ നിന്ന് ഇറങ്ങുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കോളേജിൽ നിന്ന് ഇറങ്ങുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ആ സമയം ബിസി ആയിപ്പോയി. കാരണം ഞങ്ങൾക്ക് വണ്ടി എന്തോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പിന്നെ ടെൻഷനായിട്ടാണ് പോയത്. അതുകൊണ്ട് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വ്ലോഗിന് എടുക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് ടോമി ഇതുകൊണ്ട് വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ടോമി എൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കാറ് അവിടെ വീട്ടിൽ വിളിച്ചു. നമ്മൾ വന്ന് ഫുഡ് രാവിലെ നമ്മൾ ഉണ്ടാക്കിയില്ലായിരുന്നു. ചോറും പിന്നെന്താ ചിക്കനും. പിന്നെ ടോമി വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കപ്പ കൊണ്ടുവന്നായിരുന്നു. അതെല്ലാം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ തന്നെ 5 തന്നെ പാത്രം കഴുകുന്നു. ഇനി ഞങ്ങൾ വെള്ളം കുടിക്കാൻ വെക്കുന്നുണ്ട്. ഞങ്ങൾ വെള്ളം വെച്ചേക്കാം കുടിക്കാൻ. ഇനി നമ്മൾ കുറച്ച് കുളിക്കണം. ഡ്രസ്സ് കഴുകാനുണ്ട്. ഇവിടെ ഒക്കെ ഒന്ന് അലങ്കോലായി കിടക്കുകയാണ്. ഇവിടെ എല്ലാം അലങ്കോലായി കിടക്കുകയാണ്. സോ അതെല്ലാം ഒന്ന് ശരിയാക്കണം എന്നാണ്. പക്ഷെ ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഒരാഴ്ചയായി. ഇല്ല വന്നിട്ടിപ്പോൾ ഒരാഴ്ചയായി. എന്നിട്ട് നടക്കുന്നില്ല. ക്ഷീണമാണ് ഗൈസ്. എന്തെന്ന് അറിയത്തില്ല. വന്ന ഉടനെ ക്ഷീണം. ഭയങ്കര ചൂടാണ്. നമ്മൾ 2nd ഫ്ലോറിലാണ് നമ്മുടെ വീട്. ഫസ്റ്റ് ഫ്ലോറിൽ താഴെ വേറൊരു ഫാമിലി താമസിക്കുന്നത്. ഞങ്ങൾ 2nd ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ചൂടുണ്ട്. അതുകൊണ്ട്
നമ്മളിവിടുത്തെ ഡോർ ജനലെല്ലാം തുറന്നിടണം ഫുൾ ടൈം. ഇനി ഇതാണ് നമ്മുടെ റൂം. കട്ടിലൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ എങ്ങനെയാണ് നമ്മുടെ കട്ടിൽ സെറ്റപ്പ് എല്ലാം. അവിടെ എൻ്റെ കൃഷ്ണനുണ്ട്, ഇവിടെ ടോമിയുടെ ബൈബിളുണ്ട്, അവിടെ കാലിൻ്റെ കീ, അങ്ങനത്തെ സെറ്റപ്പല്ല. കുഞ്ഞതാണ്. പിന്നെ ചാർജിങ് അങ്ങനെ എല്ലാം അലങ്കോല. അവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഇവിടെ കിച്ചണ്. കാവേരി തന്നെ റീല് കണ്ടോ നടക്കുന്നു. അവള് വീട്ടിൽ വിളിച്ചു കഴിഞ്ഞില്ല. അവിടെ മൊയ്തുണ്ട് റൂം. ഇവിടെ കണ്ടോ, നിങ്ങൾ കണ്ടോ ചോദിക്കും ഇത് എന്തിരുന്ന്. പക്ഷെ ഇങ്ങനെയാണ് വീട്. ഇവിടെ ഞാൻ വിളക്ക് കത്തിക്കാൻ വെക്കുന്ന സ്ഥലം. അത് ഞങ്ങൾക്ക് കിട്ടിയ പൂവാണ്. ഞങ്ങൾക്ക് ഇൻഡക്ഷൻ സെറിമണിക്ക് കിട്ടിയ പൂവ് എല്ലാ സെറ്റും കൂടെ ഞങ്ങൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ബാൽക്കണി വ്യൂ. നമ്മുടെ കാർ ഒതുക്കിയിട്ടേക്ക്. തേങ്ങ വീഴാതിരുന്നാൽ മതിയായിരുന്നു കൃഷ്ണ. ഇനി നമുക്ക് പോയി കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി. സോ ഗൈസ്, ഞങ്ങൾ കുളിച്ച് ഉറങ്ങിയില്ല. നീ മാത്രം പറ്റൂല. തെറ്റ് പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഹെഡ് കമന്റ്സ് ഇടും കേട്ടോ. ഇവിടെ ഉറങ്ങാൻ വേറെ എന്താ ചെയ്തത്? ഞാനും മഞ്ജും കുളിച്ചിട്ട് ഞങ്ങൾ പ്രൊഡക്റ്റീവ് ആയിരുന്നു. എന്ത് ചെയ്ത? ഞങ്ങൾ ഒത്തിരി തുണി കഴുകി. ഞാനും കുളിച്ച് തുണി കഴുകി ചായ ഉണ്ടാക്കുന്ന ചായ പഴ വഴിന്ന്. ബാക്കി രണ്ടുപേരും ടോമി ക്ഷീണിച്ചെന്നു. ടോമി ഉറങ്ങുന്നു, മൊയ്തും ക്ഷീണിച്ചിരിക്കുന്നു. മൊയ്തും കട. സോ ഗൈസ്, ആഫ്റ്റർ എ ഹെക്ടിക് ഡേ എല്ലാവരും ഉറങ്ങാൻ പോവാണ്. അടുക്കളയെല്ലാം അടച്ചു പൂട്ടി ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ച് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന് തിന്ന് സ്പീക്കറും വെച്ച് 5 മുതൽ ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഏകദേശം കഴിയാറായി. ഇനി കുറച്ചുകൂട്ടും സീരീസൊക്കെ കണ്ടിട്ട് ഫ്ലാറ്റ് ആവും. കാരണം രാവിലെ എഴുന്നേൽക്കണം, 6:30 എഴുന്നേൽക്കണം. വലിയ സമയമാണ് കേട്ടോ. 6:30 എഴുന്നേറ്റിട്ട് ഫുഡ് ഉണ്ടാക്കണം. തേനി കെട്ടി ഫുഡ് ഉണ്ടാക്കണം, പോകണം. നാളത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നാളെ സാറ്റർഡേ ആണ്. നമുക്ക് 2 മണി വരെ ഉള്ളൂ. സോ ബേസിക്കലി നമുക്കിപ്പം ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് 1:30 വരെ ഉള്ളൂ നാളത്തെ ക്ലാസ്. സാറ്റർഡേ ആയതുകൊണ്ട് എസ്പെഷ്യലി 2 മണി ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. 1:30 വരെ ഉള്ളൂ. അപ്പോൾ സോ കുറച്ച് കഴിക്കാൻ സമയം കിട്ടും. അല്ലാത്തപ്പോൾ നമുക്ക് 2:30 വരെയാണ് ക്ലാസ്. നമുക്ക് ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് അങ്ങനെയൊന്നും ഇല്ല. ഒരു 11 ഒരു ബ്രേക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഓടിപ്പോയി എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി രാവിലെ ചോറൊക്കെ വെച്ചിട്ട് പോവും. പിന്നെ വന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഉടനെ കഴിക്കുക, കിടക്കുക. ഇതാണ് കണക്കുന്നത്. ഉറങ്ങുക, തിന്നുക, പോവുക, വരിക. ഇത്രയും നന്നായിട്ടിത് നടക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ഇനിയും കുറച്ചുകൂടി വീഡിയോസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. ദൈവമേ പറ്റണേ. സ്റ്റേ ട്യൂൺ.